വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഗസ ആഘോഷത്തിമിർപ്പിൽ 15 മാസങ്ങൾക്ക് ശേഷം വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിച്ച് ഹമാസും ഇസ്രായേലും. സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് മീഡിയേറ്ററായ ഖത്തർ. തുടർന്നും കരാറിന്റെ പൂർത്തീകരണത്തിനായി ഖത്തറും അവരുടെ പങ്കാളികളും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഫലസ്തീനികൾ മുന്നിൽ കാണുന്ന വെടിനിർത്തൽ കരാറിൽ അവരുടെ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനിടയിലും ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ ഗസയിൽ ബോംബുകളും മിസൈലുകളും വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ബുധനാഴ്ചയും 50-ലധികം ഫലസ്തീനികൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടു. ഗസൻ വെടിനിർത്തൽ കരാർ അതിന്റെ അവസാന മിനിറ്റുകളിൽ എത്തി നിൽക്കുമ്പോൾ ഗസയിലെ ജനങ്ങൾ തങ്ങളുടെ പൊട്ടിപ്പോയ ജീവിതം എത്രയും പെട്ടെന്ന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ അപ്പോഴും ഇസ്രായേൽ സേനയുടെ ക്രൂരമായ ആക്രമണ പരമ്പരകൾ ശമനമില്ലാതെ ഗസയിൽ തുടരുകയാണ്. ബുധനാഴ്ചയും ഗസയിൽ 50-ലധികം ഫലസ്തീനികളാണ് സ്വർഗത്തിലേക്ക് യാത്രയായത്. ഗസയിലെ 80% പാർപ്പിട സമുച്ചയങ്ങളും ഇസ്രായേൽ തകർക്കുകയോ വാസയോഗ്യമല്ലാതാക്കുകയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട വീടുകളുടെ അവശിഷ്ടങ്ങൾ ചികഞ്ഞു ചെല്ലാനും എന്തെങ്കിലുമൊക്കെ വെച്ചുകെട്ടി ജനിച്ച മണ്ണിൽ തന്നെ താമസിക്കാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഗസയിലെ അല്പപ്രാണരായ മനുഷ്യർ. ഫലസ്തീനികളുടെ മനസ്സ് മന്ത്രിക്കുന്നത് ഇപ്പോൾ ഇപ്രകാരമാണ്: വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഞങ്ങൾ കേട്ടത് സത്യമായിരിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്കും സ്ഥലത്തേക്കും തിരിച്ചു വരാൻ സാധിക്കുകയും അതിന് ദൈവം തുണയ്ക്കുകയും ചെയ്യട്ടെ എന്നത് മാത്രമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ സ്കൂളുകളിൽ പോകാൻ കഴിയുമെന്നും അവരുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഇരുപക്ഷവും കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിച്ചതായി ഖത്തറിന്റെ പ്രഖ്യാപനം വന്നയുടൻ ഗസയിൽ ആഹ്ലാദ നൃത്തച്ചുവടുകൾ പൊടിപറത്തുകയായിരുന്നു. ബോംബിന്റെയും യുദ്ധവിമാനങ്ങളുടെയും അലർച്ചയില്ലാത്ത നാളുകൾ കണ്ണിൽ കണ്ടുകൊണ്ടു. പക്ഷെ അതിനിടയിലും ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഈ സമാധാന അന്തരീക്ഷത്തിലും 30-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ കരാറിന്റെ അംഗീകാരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ കൂട്ടക്കൊല എന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അതേസമയം ഇസ്രായേലി ബന്ദികളുടെ കുടുംബങ്ങൾ ജാഗ്രതാപൂർവമുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു വരുമെന്നുള്ള. ഏകദേശം 15 മാസത്തിന് മുകളിലായുള്ള ഗസൻ യുദ്ധത്തിൽ 47,000-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ ഇരുവിഭാഗവും അംഗീകരിക്കാൻ 15 മാസത്തിലധികമുള്ള നീണ്ട കാലയളവും 47,000-ലധികം വരുന്ന മനുഷ്യരുടെ രക്തം ചിന്തേണ്ടിയും വന്നു. 3 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്ന ഈ കരാറിൽ ഹമാസിന്റെ കൈകളിൽ ബന്ദികളാക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലികളുടെ മോചനവും ഇസ്രായേലിന്റെ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനികളുടെ മോചനവും സാധ്യമാകും. എന്നാൽ ഇരുകൂട്ടരും അംഗീകരിച്ച വെടിനിർത്തൽ കരാർ സാധ്യമാകണമെങ്കിൽ കരാറിന് ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകണം. കരാർ ഞായറാഴ്ചയോടെ പ്രാബല്യത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഫലസ്തീനികളും ഇസ്രായേലി ബന്ദികളുടെ ഉറ്റവരും ഉടയവരും, കൂടെ സമാധാനം ആഗ്രഹിക്കുന്ന ലോകജനതയും. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അൽഥാനിയാണ് കരാറിന്റെ അംഗീകാരം പ്രഖ്യാപിച്ചത്. ബുധനാഴ്ച നടത്തിയ പ്രഖ്യാപനം ഇപ്രകാരമായിരുന്നു: ഈ കരാർ ഞായറാഴ്ച അഥവാ ജനുവരി 19 അർദ്ധരാത്രിയോടെ പ്രാബല്യത്തിൽ വരും. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ ഗസയിലെ ജനസാന്ദ്രമായ മേഖലയിൽ നിന്നും ബോർഡർ ലൈനിലെ നിശ്ചിത മേഖലയിലേക്ക് ഇസ്രായേൽ സേന പിൻവാങ്ങും. ഗസൻ തടവുകാരെയും ഇസ്രായേൽ ബന്ദികളെയും പരസ്പരം കൈമാറും. മാത്രമല്ല, ഭവനരഹിതരായി ആട്ടിയോടിക്കപ്പെട്ട മുഴുവൻ ഫലസ്തീനികൾക്കും അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്താനാകും. ഈ പ്രഖ്യാപനം ഗസൻ ജനതയെ ആഹ്ലാദഭരിതരാക്കിയെങ്കിലും ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിന്റെ ബോംബാക്രമണം കുറയ്ക്കുന്നതിന്റെ യാതൊരു സൂചനയും ഇതുവരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം കരാർ പ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രായേൽ ബന്ദികളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ടെല്ലവീവിൽ ഒത്തുകൂടി. എന്നാൽ പലരും ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ്. അവരിൽ പലർക്കും അറിയില്ല അവരുടെ പ്രിയപ്പെട്ടവർ ജീവനോടെയുണ്ടോ അതോ മരണപ്പെട്ടിരിക്കുമോ എന്ന്. അവർക്കാർക്കും ഉറപ്പില്ല എല്ലാ ബന്ദികളും മോചിപ്പിക്കപ്പെടും വരെയെങ്കിലും കരാർ തകരാതെ നിൽക്കുമോ എന്ന്. കാരണം കരാറുകൾ ലംഘിക്കുന്നതിൽ ഇസ്രായേൽ എന്നും മുൻപന്തിയിലായിരുന്നു. ഫലസ്തീനികൾ ഇപ്പോഴും ഭയവിഹ്വലരാണ്. ഫലസ്തീൻ ആകാശത്തിൽ ഇപ്പോഴും ഇസ്രായേൽ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഹുങ്കാരവത്തോടെ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നുണ്ട്. ബോംബുകൾ വർഷിക്കുന്നുണ്ട്. ഖത്തറിന്റെ പ്രഖ്യാപനം നോക്കിയാലും കരാർ നടപ്പിലാവാൻ ഇനിയും 72 മണിക്കൂർ അവശേഷിക്കുന്നുണ്ട്. അതിനിടയിലും ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കൊലക്ക് ശക്തി കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇസ്രായേൽ ഹമാസ് കരാറിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: ആദ്യഘട്ടം 6 ആഴ്ച അഥവാ 42 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്.
ഈ ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ കൈവശമുള്ള 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. ഇതിൽ വനിതാ സോൾജിയേഴ്സ്, കുട്ടികൾ, 50 വയസ്സിന് മുകളിലുള്ള ഇസ്രായേൽ പൗരന്മാർ എന്നിവർ ഉണ്ടായിരിക്കും. തിരിച്ച് ഓരോ ഫീമെയിൽ സോൾജിയേഴ്സിനും പകരമായി 50 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ഓരോ സാധാരണ ഇസ്രായേലി പൗരനും 30 ഫലസ്തീൻ പൗരന്മാരെയും മോചിപ്പിക്കപ്പെടും. കൂടാതെ ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ തടവിൽ പാർപ്പിച്ച ഫലസ്തീൻ തടവുകാരായ എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കും. അതിലുപരി വടക്കൻ ഗസയിൽ നിന്നും പുറത്താക്കിയ നിരായുധരായ ഫലസ്തീനികളെ തിരികെ പ്രവേശിപ്പിക്കും. രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ജീവനുള്ള മുഴുവൻ ഇസ്രായേൽ തടവുകാരെയും മോചിപ്പിക്കും. അതോടുകൂടി സ്ഥിരം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. ഈ ഘട്ടത്തിൽ ഫിലാഡൽഫിയ കോറിഡോറിൽ നടക്കമുള്ള ഇസ്രായേൽ സേന ഗസയ്ക്ക് പുറത്തേക്ക് നീങ്ങും. മൂന്നാം ഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബോഡികളും അവശിഷ്ടങ്ങളും പരസ്പരം കൈമാറും. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം നീണ്ടകാലമെടുക്കുന്ന ഗസയുടെ പുനർനിർമ്മാണ പ്രക്രിയയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം നല്ല നാൾക്ക് വേണ്ടി, യുദ്ധമില്ലാത്ത ഒരു ലോകത്തിനു വേണ്ടി.